മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് ഞാൻ ഒരു ക്ലാസ് അല്ല ഉദ്ദേശിക്കുന്നത്, പകരം ഒരു നമ്മൾ ഓണേഴ്സ് ഡിഗ്രി ഇല്ലേ, ഓണേഴ്സ് ഡിഗ്രിയെ കുറിച്ച് ഒരു ഐഡിയ തരിക. കാരണം +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് ഇനി ഡിഗ്രി ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവരുണ്ട്. കാരണം ഫർദർ സ്റ്റഡീസിന് പോകണമെങ്കിൽ ഒരു ഡിഗ്രി എങ്കിലും ഒക്കെ വേണം. അപ്പം ആ ഡിഗ്രി എന്ന് പറയുന്നതിന് അതൊരു റെവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുക, അതിൻ്റെ ഒരു വലിയൊരു മാറ്റം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പഴയ നമ്മളെല്ലാം പരമ്പരാഗതമായ രീതികളെല്ലാം മാറിയിട്ട് നമ്മൾ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയാം. എൻ്റെ പേര് ശ്രദ്ധിച്ചോ, ഓണേഴ്സ് ഡിഗ്രി ആ ഒരു സ്കീമിലേക്ക് വരികയാണ്. അപ്പം അതൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ടീച്ചർ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. മാക്സിമം സിമ്പിളായിട്ട് പറയാൻ ഞാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം ഈ 4 വർഷത്തെ ഡിഗ്രിയാണ് ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത്. എന്നാൽ നിങ്ങൾക്ക് 4 വർഷമൊന്നും പഠിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ 3 വർഷം കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടാം. ഓക്കെ. അപ്പോൾ അവിടെ ചോയ്സ് ഉണ്ട്. 3 വർഷം കൊണ്ട് എടുക്കുന്ന ഡിഗ്രി ഉണ്ട്, 4 വർഷത്തെ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 3 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും, 4 വർഷത്തെ ആകുമ്പോഴും അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പൊ ഏത് പരീക്ഷയ്ക്കും ജയിക്കാൻ ഇത്ര മാർക്കൊന്നുണ്ടാവുമല്ലോ. അതേപോലെ ഇവിടെ 3 വർഷത്തെ ഡിഗ്രി പാസ്സായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടണേ എത്ര മാർക്ക് എന്നുള്ളതിന് ഇവിടെ നമ്മുടെ പുതിയ സ്കീമിൽ പറയുന്ന വാക്കാണ് ക്രെഡിറ്റ്. എത്ര ക്രെഡിറ്റ് വേണം? 133 ക്രെഡിറ്റ്. അതേപോലെ 4 ഇയർ ഡിഗ്രി, ഞാൻ 4 ഇയർ ഡിഗ്രി ഓണേഴ്സ് ഡിഗ്രി കിട്ടിയ ആളാണ്, എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയണേ എത്ര ക്രെഡിറ്റ് വേണം? 177 ക്രെഡിറ്റ് വേണം. ഇവിടെ രണ്ടും മാക്സിമം എത്രയാ? ഇവിടെ ആണേ 150, ഇവിടെ ആണെങ്കിൽ 200. അത് ക്ലിയർ ആയല്ലോ. അപ്പം ഓണേഴ്സ് ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 3 വർഷം കൊണ്ട് വേണമെങ്കിലും നിർത്താം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കാം. ഈ 4 വർഷം ചെയ്താലേ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയത്തുള്ളൂ. മറ്റേതാണെങ്കിൽ അല്ലാത്ത 3 ഇയർ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ പിന്നെ ഈ ഓണേഴ്സ് ഡിഗ്രി എടുക്കുമ്പോൾ 3 ടൈപ്പ് കോഴ്സുകൾ നിങ്ങൾ പഠിക്കും. എല്ലാവരും പഠിക്കും 3 ടൈപ്പ് കോഴ്സുകൾ. ഓക്കെ, അപ്പൊ ഏത് സബ്ജക്റ്റ്, ഏത് സംഭവം, കൊമേഴ്സോ, ഏത് സുവോളജിയോ, ബോട്ടണി, ഏത് നിങ്ങൾ എടുക്കണം, ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ഏതെടുക്കണമെങ്കിലും ഈ 3 ടൈപ്പ് കോഴ്സുകൾ നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പൊ ആ കോഴ്സുകളുടെ പേരൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ എന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് എന്ന് അതിന്റെ ഷോർട്ട് ഫോം ആണ് DSC കണ്ടോ. അപ്പൊ ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ഇതിന്റെ അകത്ത് തന്നെ നിങ്ങൾ 3 വർഷം കൊണ്ട് പഠിക്കാൻ ഇങ്ങനെ കുറെ പേപ്പേഴ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോ ഓരോ പേപ്പറിന് എത്ര ക്രെഡിറ്റ് വീതമാണ്? 4 ക്രെഡിറ്റ് വീതമായിരിക്കും. ഓക്കെ, അപ്പം അതാണ് ഒരു ടൈപ്പ് കോഴ്സ്. ഇനി അടുത്തതെന്ന് പറയുന്നത് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ്. കണ്ടോ, ഇലക്റ്റീവ് കോഴ്സ്, DSE എന്ന് പറയും. അപ്പം അതിനകത്തും നിങ്ങൾ ഇപ്പം ഈ 6 സെമസ്റ്റർ അല്ലെങ്കിൽ 3 വർഷം കൊണ്ട് പഠിക്കുമ്പോൾ കുറേ പേപ്പേഴ്സ് ഉണ്ട്. എത്ര ഉണ്ടെന്നൊക്കെ ഞാൻ വഴിയേ പറയും. അപ്പൊ അതിലെ ഓരോ പേപ്പറിനും എത്ര ക്രെഡിറ്റ് വീതമാണ്? 4 ക്രെഡിറ്റ് വീതമാണ്. ഓക്കെ, അത് രണ്ടും മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പ് കോഴ്സാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. അതിനെ ഷോർട്ട് ഫോമിൽ GFC എന്ന് പറയും. ഓക്കെ, ഈ GFCയുടെ കീഴിൽ വരുന്ന പേപ്പേഴ്സ് ഉണ്ട്. GFCയുടെ കീഴിൽ അതിലെ ഓരോ പേപ്പറിനും 3 ക്രെഡിറ്റ് ആണുള്ളത്. ഓക്കെ, അപ്പൊ പേര് ശ്രദ്ധിച്ച്, ജനറൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്കി തന്നെ നമുക്കറിയാം. ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് മെയിൻ, അതില്ലാതെ ഒരു സാധനവും പറ്റത്തില്ല. അപ്പോൾ ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ കുട്ടികളും ചെയ്യണം. ഏത് നമ്മൾ സ്ട്രീം എടുക്കുന്ന കുട്ടികളും ചെയ്യേണ്ടതാണ് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ആ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് അതിനകത്ത് കുറെ സബ് ഏരിയാസ് ഉണ്ട് കേട്ടോ. അപ്പം മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്, ഇതിന്റെയൊക്കെ ഷോർട്ട് ഫോം ശ്രദ്ധിച്ചോണേ. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുമ്പോൾ MDC, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ AEC, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് എന്ന് പറയുമ്പോൾ SEC, വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയുമ്പോൾ VAC. ഓക്കെ, അപ്പം ഇതിനെ മൊത്തം സിമ്പിളായിട്ട് മനസ്സിലായോ? അപ്പം എന്താ പറയാ, നമ്മള് പച്ചക്കറി എന്ന് പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതിനകത്ത് പല ഐറ്റം വരത്തില്ലേ, മനസ്സിലായ? അതേപോലെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന ആ പാക്കറ്റിനകത്തുള്ള സാധനമാണ്. ഇത് ഇത്രയുണ്ട്, പല ടൈപ്പ്. ഇതിലെ എല്ലാ ടൈപ്പും എല്ലാ കുട്ടികളും, ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെല്ലാവരും ചെയ്യണം കേട്ടോ. എങ്കിലേ നമുക്ക് ആവശ്യമായിട്ടുള്ള ക്രെഡിറ്റ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇത് പരിചയമായല്ലോ.
3 ടൈപ്പ് കോഴ്സാണുള്ളത്. DSC, DSE, GFC. GFCയുടെ കീഴിൽ തന്നെ അതിന്റെ സബ് ഡിവിഷൻസ് ആണ് ഇത്. ഈ ടൈപ്പുകളെല്ലാം നമ്മൾ ചെയ്യണം. അതായത് താഴത്തെ നിലയിൽ നിന്ന് മുകളിലത്തെ നിലയിൽ കയറണമെങ്കിൽ എല്ലാ പടികളും കയറിയിരിക്കണം. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കാര്യം മാത്രം പറയുക. ഓക്കെ, മേജർ മൈനർ, അതായത് നമ്മൾ മെയിൻ സബ്ജക്റ്റ് സബായിട്ട് എടുക്കുന്ന സബ്ജക്റ്റ് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അടുത്ത സ്ലൈഡിൽ പറയാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. ഞാൻ പറഞ്ഞില്ലേ അതിനകത്ത് കുറേ സബായിട്ടുള്ള കുറേ ടൈപ്പ് ഉണ്ട്. MDC, AEC, പിന്നെ എന്തുവാണ് VAC, അങ്ങനെ SEC അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അത് എപ്പോഴൊക്കെ ഏത് സമയത്തൊക്കെയാണ് പഠിക്കേണ്ടത്, മൊത്തത്തിൽ എത്ര പേപ്പർ വരും ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ നിങ്ങൾ ഒരു 3 വർഷത്തെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്ക്. ഓക്കെ, കാരണം ഞാൻ ആദ്യം പറയുന്നത് ഇപ്പം 3 വർഷത്തിന്റെ കാര്യമാണ്. 4 വർഷത്തിന്റെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വരും. എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അതെല്ലാം വിട്ടാരെ. അപ്പം ഞാൻ എന്തോ പറഞ്ഞുകൊണ്ട് വന്നത്, ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് ഏതൊക്കെ എപ്പോഴൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇപ്പം കോളേജിൽ ജോയിൻ ചെയ്തു. ഇപ്പം 3 വർഷത്തെ കോഴ്സ് ആവുമ്പോൾ മൊത്തത്തിൽ 6 സെമസ്റ്റർ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ 1ാമത്തെ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഈ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് എന്ന് പറയുന്ന രീതിയിൽ എത്ര പേപ്പറുകൾ പഠിക്കണം? 2 AEC. AEC എന്ന് പറയുമ്പോൾ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ്. 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സ് പേപ്പർ പഠിക്കണം. ഒരു MDC, മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് പഠിക്കണം. പേര് കേട്ടല്ലോ, AEC ആൻഡ് MDC. അപ്പൊ ഇനി ഈ AEC എന്ന് പറഞ്ഞാൽ എന്തുവാ? AEC എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ പഴയ സ്കീമിൽ നമ്മൾ പറയത്തില്ലായിരുന്നോ, പിന്നെ മലയാള ലാംഗ്വേജ് ഏത് ലാംഗ്വേജ് ആണ് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ, അതാണോന്ന് വെച്ചാൽ അതല്ല, എന്നാൽ അതേപോലെ. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു പേപ്പറാണ് AEC എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ 2 എണ്ണം ഉണ്ടെന്നല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. 2 എണ്ണത്തില് ഒരെണ്ണം എടുക്കുന്നത് നിങ്ങളുടെ കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ AEC ഇത് എടുക്കുന്നതെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് കൂടാതെ വേറെ ഏത് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ആണോ അവരിൽ ആർക്ക് വേണമെങ്കിലും അടുത്ത ഒരു AEC, അതർ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് എടുക്കാം. അങ്ങനെ 2 AEC. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഒരു MDC. MDC എന്ന് പറയുമ്പോൾ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ആണ്. ഇത് ഭയങ്കര രസമാണ്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണ് പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഓണേഴ്സ് ഡിഗ്രിയുടെ ഒക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി, നിങ്ങൾക്ക് ഒത്തിരി ഇൻട്രസ്റ്റിങ്ങും ഇഷ്ടമൊക്കെ തോന്നാനുള്ള കാര്യം. നിങ്ങൾക്ക് എന്ത് വേണേലും പഠിക്കാം. അപ്പോൾ ഉദാഹരണത്തിന് സുവോളജി എടുത്ത ഒരു കുട്ടിക്ക് ഇഷ്ടമാണ്, പാട്ട് പഠിക്കാനുള്ള അവസരമുള്ള കോളേജാണെങ്കിൽ പോയി പാട്ട് പഠിക്കാം. അല്ലെ, എനിക്ക് ഇനി എന്തോ ഡാൻസ് ചെയ്യണമെങ്കിൽ ഡാൻസ്, ഇനി അല്ലെ വേണ്ട എനിക്ക് കൊമേഴ്സ് ആണെങ്കിൽ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടൈപ്പ് കോഴ്സ് ചെയ്യാം. ഫ്ലെക്സിബിൾ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി ചെയ്യാം. ഒരു പേപ്പർ ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ ഫസ്റ്റ് സെമ്മിൽ. ഏതിന്റെ കീഴിൽ? ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്. ഓക്കെ, അറിയാലോ. ഇത് കൂടാതെ 2 എണ്ണം ഉണ്ട്. ഏതൊക്കെയായിരുന്നു? ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സും പിന്നെ എന്തുകൊണ്ട് ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ്. അപ്പൊ അത് 2ന്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഇപ്പൊ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കാര്യമാണേ മാത്രമാണേ പറയുന്നത്. അപ്പൊ അത് ഫസ്റ്റ് സെമ്മിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതാണ്ട് സെക്കൻഡ് സെമ്മിലോട്ടായി. അപ്പോൾ വീണ്ടും അവിടെ 2 AEC നേരത്തെ പറഞ്ഞ കണക്ക് ഒരെണ്ണം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകാരായിരിക്കും എടുക്കുന്നത്. പിന്നെ ഒന്നെന്ന് പറയുന്നത് ഇംഗ്ലീഷ് കൂടാതെ ഏത് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റിന് വേണമെങ്കിൽ എടുക്കാം. അവിടെയുണ്ട് ഒരു MDC. കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി പഠിക്കാം. ഓക്കെ, ഇതിന്റെ എല്ലാ പേപ്പറുകൾക്ക് എത്ര ക്രെഡിറ്റ് ആണ്? 3 ക്രെഡിറ്റ് വീതമാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് സെമ്മിൽ കഴിഞ്ഞു. തേർഡ് സെമ്മിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു MDC ഉണ്ട് കേട്ടോ. ഈ 3ാമത്തെ സെമ്മിലെ MDC എന്ന് പറയുന്നത് അതൊരു കോമൺ ഒരു പേപ്പറാണ്. അത് ഇംഗ്ലീഷുകാരാണ് എടുക്കുന്നത്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകാരാണ് എടുക്കുന്നത്. അത് മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ കേരള ഗവൺമെന്റ് തന്നെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. കേരള സ്റ്റഡീസ് എന്ന് മറ്റോ പറയുന്ന ഒരു പേപ്പറാണ്. അപ്പൊ അത് വരുമ്പോൾ മാൻഡേറ്ററി ആണ്, എല്ലാവരും അത് തന്നെ പഠിക്കണം. ഓക്കെ, പിന്നെ വേറെ അതിന്റെ കൂടെ തന്നെ ചെയ്യേണ്ട
മറ്റൊരു ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിനകത്ത് വരുന്നതാണ് ഇത് വാല്യൂ ആഡഡ് കോഴ്സ് എന്ന് പറയും. അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ, ഇന്നത് തന്നെ പഠിക്കണമെന്നില്ല. അതാണ് ഈ ഓണേഴ്സ് ഡിഗ്രിയുടെ പ്രത്യേകത. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ എന്തോ ആയിട്ട് മാറണം, അപ്പോൾ അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് ഞാൻ ഏത് പഠിച്ചാൽ പറ്റും. പണ്ടാന്നേ അങ്ങനെ പറ്റത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ട്രീം തിരഞ്ഞെടുത്താൽ അതിന്റെ സ്കില്ല് വരുന്ന സബ്ജക്ട്സ് തന്നെ പഠിക്കണമായിരുന്നു. അപ്പൊ അങ്ങനെയല്ല, നിങ്ങൾ ഫ്രീ ആണ്, യു ആർ ഫ്രീ ടു ചൂസ്. ഓക്കെ, അപ്പൊ അത് കഴിയുമ്പോൾ തേർഡ് സെം കഴിഞ്ഞു. പിന്നെ ഫോർത്ത് സെം വന്നു, മനസ്സിലായോ? അപ്പൊ അവിടെയും വന്നപ്പോഴത്തേക്ക് ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ പെട്ട ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ഒരെണ്ണം പഠിക്കണം. അത് ഇഷ്ടമുള്ളത് പോയി സെലക്ട് ചെയ്യാം. പിന്നെ 2 വാല്യൂ ആഡഡ് കോഴ്സ് അതും ചെയ്യണം. ഓക്കെ, അപ്പൊ അതും ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അപ്പൊ ഇത് ജസ്റ്റ് എന്ത് പറഞ്ഞ, നിങ്ങളൊരു തുണിക്കടയിൽ കയറിയിട്ട് ഇപ്പം നിങ്ങൾക്ക് ചുരിദാർ വേണോ എന്ന് നോക്കിയിട്ട് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നത് കണക്ക് എന്തായാലും ചുരിദാർ നിങ്ങൾക്ക് വേണം. അതായത് ചുരിദാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഐറ്റം വേണം. പക്ഷെ അതിൽ ഏതെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. മനസ്സിലായോ? ഫ്ലെക്സിബിൾ ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, എൻജോയബിൾ ആണ്. ഓക്കെ, 5th സെമ്മിൽ വരുമ്പോഴത്തേക്ക് ഒരു ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിൽ ഏതാ ചെയ്യേണ്ടത്? ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് ചെയ്യണം. അത് ഉണക്ക് 6th സെമ്മിൽ വരുമ്പോഴത്തേക്ക് വീണ്ടും ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. അപ്പൊ നോക്കിക്കേ, മൊത്തത്തിൽ എത്ര ജനറൽ ഫൗണ്ടേഷൻ കോഴ്സുകൾ നമ്മൾ അതിനകം കവർ ചെയ്യും? 13 കവർ ചെയ്യും. കണ്ടോ? അങ്ങനെ 13 × 3 എത്ര ക്രെഡിറ്റ് കിട്ടും നിങ്ങൾക്ക്? 39 ക്രെഡിറ്റ്. ഇത് കോമൺ ആണ്. ഇതുവഴി നിങ്ങൾ ഡിഗ്രി എടുക്കുന്ന എല്ലാവരും ഈ 39 ക്രെഡിറ്റ് അറ്റൈൻ ചെയ്തിരിക്കണം. ഇതുവഴി കോമൺ ആണ്, മെയിൻ പാത്വേ ആണ്, ഇതുവഴി പോയാലേ പറ്റൂ. ഇത് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഡിഗ്രി കണ്ടോ, ഹെഡിങ് ശ്രദ്ധിച്ചേ, ടൈപ്സ് ഓഫ് ഡിഗ്രി കോഴ്സ്. ഇതെന്തോ ഇനി പല ടൈപ്പ് ഡിഗ്രി ഉണ്ടോ? ആദ്യം ടീച്ചർ പറഞ്ഞത് 3 ഇയർ 4 ഇയർ, ഇതെന്ത് ടൈപ്പ് ഓഫ് ഡിഗ്രി? അതും ഭയങ്കര രസമാണ്, നോക്കിയോ. അപ്പോൾ ടൈപ്പ് ഓഫ് ഡിഗ്രി കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ പണ്ടൊക്കെ ഫിസിക്സിലെ ഡിഗ്രി എടുത്തു, അല്ലെ കെമിസ്ട്രിയിലെ ഡിഗ്രി എടുത്തു, അത് അത്രേ ഉള്ളായിരുന്നു. അതിനകത്ത് തന്നെ കാറ്റഗറൈസേഷൻ വന്നേക്കുവാണ്. ഉണ്ടാ, ഏത് ടൈപ്പ് ഡിഗ്രിയാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്? സിംഗിൾ മേജർ. നിങ്ങൾ കാഞ്ചീപുരം സാരിയാണോ, കോട്ടൺ സിൽക്ക് ആണോ എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, അപ്പം ഡിഗ്രി കോഴ്സ് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നമ്മളുടെ കരിയർ ആസ്പിറേഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അപ്പൊ പേര് വെറുതെ ഒന്ന് കേട്ടോ, സിംഗിൾ മേജർ പ്ലസ് സിംഗിൾ മൈനർ, സിംഗിൾ മേജർ പ്ലസ് മൾട്ടിപ്പിൾ മൈനർ, ദെൻ ഡബിൾ മേജർ. ഇനി ഓരോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമുക്ക് മനസ്സിലാവണ്ടേ? അപ്പൊ ഡിഗ്രി നിങ്ങൾ കോഴ്സ് എടുക്കാൻ തീരുമാനിച്ച് ഒരു സബ്ജക്ട് നിങ്ങൾ +2ന്റെ റിസൾട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള കോളേജ് ചൂസ് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ട്രീം സെലക്ട് ചെയ്യേണ്ടി വരും. ഫിസിക്സ് അല്ലെങ്കിൽ സുവോളജി, പിന്നെ ബോട്ടണി, അങ്ങനെ ചൂസ് ചെയ്തിട്ടായിരിക്കും കോളേജിലേക്ക് വരുന്നത്. കോളേജിൽ വരുമ്പോഴായിരിക്കും അവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സ് പറഞ്ഞു തരും ഓരോ സബ്ജക്റ്റിന് കീഴിൽ ഈ 4 ടൈപ്പ് ഡിഗ്രികൾ നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു തരും. അതെന്താന്ന് ഇപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരുക. അപ്പൊ ശ്രദ്ധിച്ചോണേ. അപ്പം ആദ്യം നമ്മൾ സിംഗിൾ മേജർ. അപ്പോൾ ഒരു കുട്ടി കോളേജിൽ ഇപ്പോൾ അഡ്മിഷൻ, ഞാൻ സുവോളജി ടീച്ചർ ആയതുകൊണ്ട് ഞാൻ സുവോളജി വെച്ച് പറയാം. അപ്പൊ സുവോളജി എടുത്ത് വന്നു, നമ്മുടെ കീഴിൽ അടുത്ത് ടേബിളിൽ വന്നു. അപ്പൊ ഞാൻ ചോദിക്കും, ഇങ്ങനെ 4 ടൈപ്പ് ഡിഗ്രി ഉണ്ട്, ഏത് വേണം, അതിനെക്കുറിച്ച് പറഞ്ഞു തരാമെന്ന് പറയും. അങ്ങനത്തെ സിംഗിൾ മേജർ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ഞാൻ 3 വർഷത്തിന്റെ കാര്യം മാത്രമേ പറയുന്നുള്ളേ, ശ്രദ്ധിച്ചോണേ. അപ്പൊ നിങ്ങൾ മേജർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം ചെയ്തേ പറ്റുള്ളൂ. മേജർ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ എത്ര ക്രെഡിറ്റാണ് നിങ്ങൾ സെക്യൂർ ചെയ്യേണ്ടത്? മേജർ എന്ന് പറയുമ്പോഴത്തേക്ക് 68 ക്രെഡിറ്റ്. ഞാനൊരു റെഡ് ഇങ്ക് എടുത്തോട്ടെ, യെല്ലോ വേണ്ട. എത്ര ക്രെഡിറ്റ് ആണ് നിങ്ങൾ സെക്യൂർ ചെയ്യേണ്ടത്? 68 ക്രെഡിറ്റ്. സോറി അത് പോയി. 68 ക്രെഡിറ്റ് വരുന്ന മേജർ ചെയ്യണം. ആ മേജർ എന്ന് പറയുന്നത്, മെയിൻ നട്ടെല്ല് എന്ന് പറയുന്നത് ഏതൊക്കെ ചേരുന്നയാ? DSCയും DSEയും. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ്, ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് കോഴ്സ്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നിങ്ങൾ 3 വർഷം കൊണ്ട് എത്ര ക്രെഡിറ്റ് നേടിയെടുക്കണം? 68 ക്രെഡിറ്റ് നേടിയെടുക്കണം. മനസ്സിലായോ? മേജർ എന്ന് പറഞ്ഞോണ്ട്.
അപ്പം നിങ്ങൾ മിനിമം അല്ല സോറി എത്ര പേപ്പർ പഠിച്ചാലേ ഈ 68 ക്രെഡിറ്റ് കിട്ടുള്ളൂ? 17 കോഴ്സുകൾ ചെയ്താലേ നിങ്ങൾക്ക് 68 ക്രെഡിറ്റ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 17 × 4 68 എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇത് മാറ്റമില്ല കേട്ടോ. ഏത് ടൈപ്പ് ഡിഗ്രി ആണെങ്കിലും ഇത് മാറത്തില്ല. മാറുന്ന ഒരെണ്ണമുണ്ടേ, അത് പോട്ടെ, അത് ഞാൻ വരുമ്പോൾ പറയാം. എങ്കിലും ഓർത്ത് വെച്ചോ, ഇതിന് വലിയ മാറ്റമില്ല. നട്ടല് ഭാഗം ഇതുകൊണ്ട് അത് പറയട്ടെ. അപ്പം ഇത് പിടികിട്ടിയേ സംഭവം. ഇനി മൈനർ. പണ്ടൊക്കെ മെയിൻ എടുക്കും, നിങ്ങൾ കോളേജിൽ വരുമ്പോൾ മെയിൻ എടുക്കും, സബ്സിഡറി എടുക്കും എന്നൊക്കെ പറയുന്നത് പോലെയൊക്കെ വരും കേട്ടോ. അപ്പൊ ഇത് മൈനർ എടുക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര സബ്ജക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സബ്ജക്ട് പഠിക്കണം. എത്ര വർഷം കൊണ്ടാണ്? 3 വർഷം കൊണ്ട്. ഓക്കെ, അപ്പം ഓരോ പേപ്പറിനും 4 ക്രെഡിറ്റ് വെച്ച, അപ്പോൾ 6 × 4 24. അപ്പോൾ 3 വർഷം കൊണ്ട് എത്ര ക്രെഡിറ്റ് മൈനർ എന്ന് പറയുന്ന ഹെഡിൽ കിട്ടണം? മൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിങ്ങൾ നേടിയെടുക്കണം 24 ക്രെഡിറ്റ് നേടിയെടുക്കണം. അപ്പൊ 68 24 ക്രെഡിറ്റ് ആയി. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, ഈ സിംഗിൾ മേജർ, ഈ ഡിഗ്രി പല ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞില്ലയോ? ആ ഡിഗ്രികൾ, അതിന്റെ ടൈപ്പ്, അതിന്റെ രൂപം, അതിന്റെ സ്വഭാവം മാറുന്നത് മെയിനായിട്ടും ഈ മൈനറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ, അപ്പം ഈ സിംഗിൾ മേജർ എന്ന് പറയുമ്പോൾ പേര് ശ്രദ്ധിക്കുമ്പോൾ അറിയാം. ഇവിടുത്തെ ഇപ്പൊ സുവോളജിയിൽ വന്ന കുട്ടിക്ക് ഇപ്പൊ സുവോളജി ബേസ്ഡ് ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. പക്ഷേ മൈനർ ആയിട്ട് എടുക്കുന്ന സബ്ജക്റ്റ്, അതിന് 6 പേപ്പർ പഠിക്കണം. പക്ഷേ ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റിൽ പോയി പഠിക്കാം. അടിപൊളി അല്ലേ? ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ സുവോളജി പഠിച്ച സുവോളജി ഇനി പഠിക്കാൻ വയ്യ, മടുപ്പാണ്, ഇനി അത് പറ്റൂല എങ്കിൽ പിന്നെ കുറച്ച് ബോട്ടണി പഠിക്കാം, കുറച്ച് കൊമേഴ്സ് പഠിക്കാം, കുറച്ച് മാത്സ് അല്ലെ ഫിസിക്സ് അല്ലെ കെമിസ്ട്രി, ഇഷ്ടമുള്ളടുത്ത് 6 ചെയ്യണം. അത്രേ ഉള്ളൂ. അപ്പം ഫ്ലെക്സിബിലിറ്റി ഉണ്ട് സിംഗിൾ മേജറിന്. ഓക്കെ, മനസ്സിലായോ? ഇപ്പൊ ഇവിടെ 6 കോഴ്സ് ചെയ്യണം, കോഴ്സ് ഇത്രയും ചെയ്യണം, അതാണ് ഇത്ര ക്രെഡിറ്റ് നമുക്ക് കിട്ടണം, അതാണ് കാര്യം. മനസ്സിലായോ? സംഗതി എവിടെയാ കിടക്കുന്നത്? സ്കോർ ചെയ്യുന്ന ക്രെഡിറ്റില്. പിന്നെ ഉള്ളത് ഇത് മാറത്തില്ല കേട്ടോ, ഇതിൽ മാറ്റമില്ല. GFC എന്ന് പറയുമ്പോൾ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കുറെ ഡീറ്റെയിൽ ആയിട്ട്, 39 ക്രെഡിറ്റ്. അത് പിന്നെ അവിടെ ഉണ്ടെങ്കിലേ പറ്റൂ, അതില്ലാതെ ഒരു വഴിയും ഒരു വേലയും നടക്കില്ല കേട്ടോ. പിന്നെ ഒരു ഹൈലൈറ്റ് ഉണ്ട്, കണ്ട ഇന്റേൺഷിപ്പ്. 4ാമത്തെ സെമസ്റ്ററിൽ ഇന്റേൺഷിപ്പ്. അത് നിങ്ങൾ മേജർ എടുക്കുന്ന സബ്ജക്ട് അതുമായിട്ട് ബേസ് ചെയ്ത് തന്നെ ആയിരിക്കും ഇന്റേൺഷിപ്പ്. അതിന് ക്രെഡിറ്റ് ഉണ്ട്, 2 ക്രെഡിറ്റ്. ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. നിങ്ങൾക്കൊരു ജോലി കിട്ടാനുള്ള, നിങ്ങൾ ഏത് സ്ട്രീമാണോ സെലക്ട് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രീസോ അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി 2 ആഴ്ച ആണെന്ന് തോന്നുന്നു കേട്ടോ, അവിടെ വർക്ക് ചെയ്യാൻ, അവിടുത്തെ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു പ്രൊവിഷനാണ്. അപ്പൊ ഇത് നിങ്ങളെ കരിയർ വൈസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എപ്പോഴും ക്ലാസ് റൂമിൽ അടച്ചിരിക്കണ്ട, പിന്നെ അങ്ങനെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്ത് പഠിക്കാം. അതൊക്കെയാണ് കേട്ടോ ഈ മെയിൻ ഈ കോഴ്സിന്റെ ഈ ഓണേഴ്സ് ഡിഗ്രി ഒക്കെ വരുമ്പോൾ ഉള്ള. നിങ്ങൾ ക്ലാസ് റൂമിന്റെ 4 ചുവറിന്റെ ഉള്ളിൽ അടഞ്ഞിരിക്കുകയല്ല കുട്ടികളെ, നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോയി നിങ്ങൾ എക്സ്പീരിയൻസിൽ കൂടിയും ഒക്കെ മനസ്സിലാക്കി പഠിച്ച് ഇഷ്ടമുള്ളത് പഠിക്കുക. ഓൺലൈനായിട്ടൊക്കെ പഠിക്കാനുള്ള അതൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇതാണ് സിംഗിൾ മേജർ. അപ്പൊ മനസ്സിലായോ? മേജർ നിങ്ങളിപ്പോ സുവോളജി ആണെങ്കിൽ സുവോളജിയുടെ കീഴിൽ DSE പേപ്പറുകൾ ചെയ്ത് 68 ക്രെഡിറ്റ് 3 വർഷം കൊണ്ട്. പിന്നെ മൈനറാണ് രസം, ഇഷ്ടമുള്ളിടത്ത് പോയി പഠിക്കാമല്ലോ. അങ്ങനെ അത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് എന്തായാലും 24 ക്രെഡിറ്റ് വേണം. പിന്നെ GFC പിന്നെ 13 കോഴ്സ്, അത് നമുക്ക് ചൂസ് ചെയ്യാനുള്ള മാക്സിമം പ്രൊവിഷൻസ് ഉണ്ട്. ഇനി അടുത്തത് സിംഗിൾ മേജർ. ശ്രദ്ധിച്ചോ, സിംഗിൾ മേജർ, ഒരു മേജറും ഒരു മൈനറും. അവിടെ ഒരു ഇത്തിരി ഒരു എന്തുവാ കടിഞ്ഞാൺ, ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്, ഒരു മൈനറേ ഉള്ളൂ. മനസ്സിലായോ? അങ്ങനെ വേണമെങ്കിലും പഠിക്കാം. അവിടെയും ഇവിടെ മാറ്റമില്ല. മേജർ എന്ന് പറയുന്നത് നമ്മൾ സുവോളജി എടുത്ത് വരുന്ന കുട്ടിക്കാണ് സുവോളജിയുടെ കീഴിലെ DSC പേപ്പേഴ്സും DSE പേപ്പേഴ്സും എടുക്കണം. 17 എണ്ണം ചെയ്യണം. 3 വർഷം കൊണ്ട് 68 ക്രെഡിറ്റ് സ്കോർ ചെയ്യണം. മൈനറിൽ വരുമ്പോൾ സിംഗിൾ മേജറിൽ രസമല്ലായിരുന്നോ? 6 കോഴ്സ് ചെയ്യേണ്ടത് ഇഷ്ടമുള്ളിടത്ത് പോയി ചെയ്യാന്ന്. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് കഴിഞ്ഞാല് അത്ര ഫ്രീഡം ഒന്നും ഇല്ല കേട്ടോ. ഇവിടെ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയാമോ? ഇപ്പൊ സുവോളജി എടുത്തു,
പിന്നെ വേറെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്, ഉദാഹരണത്തിന് ഇപ്പൊ ബോട്ടണിക്കാർ കൊടുക്കുന്ന 6 സബ്ജക്റ്റ് മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? അപ്പം ഒരു മേജർ, ഒരു മൈനർ, ഒരു ഡിപ്പാർട്ട്മെന്റ്, വേറെ എങ്ങും പോകാൻ പറ്റത്തില്ല നിങ്ങൾക്ക്. ഇഷ്ടമുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന 6 പേപ്പറുകൾ തന്നെ പഠിച്ച് 24 ക്രെഡിറ്റ്. അതാണ്. പിന്നെ ഇത് രണ്ടും വ്യത്യാസമില്ല. നമ്മൾ മേജർ എവിടെയാണോ എടുക്കുന്നത് അവരുടെ തന്നെ ഇന്റേൺഷിപ്പ്. GFC അഗൈൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ആ ടൈപ്പുകളെല്ലാം വന്നാൽ മതി. ടൈപ്പുകൾ എന്ന് പറഞ്ഞത് ആദ്യത്തെ സ്ലൈഡിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഒരു കുറേ VEC, പിന്നെ AEC, അങ്ങനെ കുറേ പറഞ്ഞില്ലേ. അതും ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ഓക്കെ, എന്തായാലും GFC ചെയ്ത് 39 ക്രെഡിറ്റ് വേണോ എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് കമന്റ്സിൽ വന്നിട്ട് ചോദിക്കാം കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് സിംഗിൾ മേജർ, മൾട്ടിപ്പിൾ മൈനർ. എന്നാൽ മൾട്ടിപ്പിൾ എന്നുള്ള പേരൊക്കെ ഉണ്ട് അവിടെ, രസമാണ് കേട്ടോ. എങ്കിലും അത്ര ഫ്ലെക്സിബിൾ അല്ല. സിംഗിൾ മേജറിന്റെ അത്രയും ഫ്ലെക്സിബിൾ അല്ല കേട്ടോ. ശ്രദ്ധിച്ചോ, ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് മേജർ ഉണ്ട്. മേജർ പറയുമ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ മേജറായിട്ട് സുവോളജി എടുത്ത് വന്നവർക്ക് സുവോളജി ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന DSC ആൻഡ് DSE പേപ്പേഴ്സ് 3 വർഷം കൊണ്ട് 17 എണ്ണം ചെയ്യണം, 68 ക്രെഡിറ്റ് കിട്ടും. അത് മാറ്റമൊന്നുമില്ല. പിന്നെ മൈനറിൽ വരുമ്പോൾ ഇത് 2 ഡിപ്പാർട്ട്മെന്റിൽ പോവാം കേട്ടോ. 6 കോഴ്സല്ലേ ചെയ്യണ്ടേ? 3 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടത്ത് ചെയ്യാം, 3 എണ്ണം വേറൊരിടത്തും ചെയ്യാം. അതാണ് ഈ സിംഗിൾ മേജർ മൾട്ടിപ്പിൾ മൈനർ എന്ന് പറയുന്നത്. പിന്നെ ഇതും മാറ്റമില്ല. ഇപ്പൊ നിങ്ങൾ സുവോളജി ആണ് ചെയ്യുന്നെങ്കിൽ സുവോളജിയായിട്ട് ബന്ധപ്പെട്ട ഇന്റേൺഷിപ്പ് ആയിരിക്കും വരുന്നത്, 2 ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ എല്ലാം കൂട്ടുമ്പോൾ എത്ര വരും? ഈ ക്രെഡിറ്റുകളെല്ലാം കൂട്ടുമ്പോൾ അത് ശ്രദ്ധിച്ചോണം, 133 തന്നെയാണ് വരുന്നത്. പല വഴിക്ക് പോയാലും ഈ ഒരു സ്കോറിൽ എത്തിയാലേ ക്ലിയർ ഡിഗ്രി എന്നുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഉണ്ടോ ഡബിൾ മേജർ. ഡബിൾ മേജർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വേറെ സംഭവമാണ്. ഇതിനകത്ത് മേജർ, മൈനർ, ചെറിയവന് വലിയവന് അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഏതെങ്കിലും 2 സബ്ജക്റ്റ്, മെയിൻ സബ്ജക്റ്റ് ചൂസ് ചെയ്യാം. അതിലെ ഒന്നിനെ A1 ആയിട്ട് നിങ്ങൾ കൊടുക്കണം, മെയിൻ ഏറ്റവും മെയിൻ. രണ്ടാമത്തതിന് അത് കഴിഞ്ഞിട്ടുള്ള നമ്മൾ 2 കാര്യം ഉണ്ടെങ്കിൽ ഒരു ഏറ്റവും ഇഷ്ടം അങ്ങനെ പറയത്തില്ലേ, അതേ കണക്ക് അതിനെ A1, മറ്റേത് A2. അപ്പം A1 എന്ന് പറയുന്നതിന്റെ കീഴിൽ ഇപ്പൊ ഏതാണ്? ഇപ്പൊ സുവോളജിയാണ് A1 ആയിട്ട് എടുത്തേക്കല്ലേ, സുവോളജിക്കാർ പ്രൊവൈഡ് ചെയ്തേക്കുന്ന 12 കോഴ്സ് ചെയ്യണം, DSCയും DSEയും കൂടെ ചേർന്നിട്ട്. അതേ പോണക്ക് മേജർ A2 രണ്ടാമത്തെ മേജർ തന്നെയാണ്, രണ്ടാമത്തെ കൺസിഡറേഷൻ. അവിടെ എത്ര വേണം? 11 കോഴ്സ്. അപ്പൊ ഇവിടുത്തെ 12 കോഴ്സിൽ നിന്ന് എത്ര ക്രെഡിറ്റ് കിട്ടും? 48 ക്രെഡിറ്റ് കിട്ടും. 12 × 4, ഇവിടെ 11 × 4 44 ക്രെഡിറ്റ്. അങ്ങനെ എടുക്കണം. ഓക്കെ, പിന്നെ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കാര്യമാണ്. ജനറൽ ഫൗണ്ടേഷൻ കോഴ്സിന്റെ കാര്യം എടുക്കുമ്പോൾ A1, അതായത് മെയിൻ ആയിട്ട് എടുത്ത സബ്ജക്റ്റ് ഉണ്ടല്ലോ, ആ സബ്ജക്റ്റുകാര് കൊടുക്കുന്ന 2 MDC മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ്, 2 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്, 2 വാല്യൂ ആഡഡ് കോഴ്സ് ആണ് ചെയ്യേണ്ടത്. ഉണ്ടോ? ഇപ്പൊ നിങ്ങൾ സുവോളജി ആണെങ്കിൽ എടുത്തേക്കുന്ന സുവോളജി സബ്ജക്ട് പ്രൊവൈഡ് ചെയ്യുന്ന 2 MDC, 2 SCC, 2 VEC. അതുപോലെ സുവോളജിയാണ് എടുത്തെങ്കിൽ സുവോളജിക്കാർ പറഞ്ഞു വിടുന്ന ഇന്റേൺഷിപ്പ്. ഓക്കെ, ഇനി രണ്ടാമത്തെ നമ്മുടെ പരിഗണനയിലുള്ള മേജർ സബ്ജക്ട്, അവിടെ ചെയ്യേണ്ട ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് ഏതൊക്കെയാണ്? അതെന്ന് പറയുന്നത് ഒരു MDC അവർ പ്രൊവൈഡ് ചെയ്യുന്ന, ആ ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു MDC, ഒരു SCC, ഒരു VSC. ഓക്കെ, ഇതാണ് ഡബിൾ മേജർ. അപ്പൊ നിങ്ങളുടെ ചോയ്സ്, നിങ്ങൾ +2 റിസൾട്ട് കഴിഞ്ഞിട്ട് ഇഷ്ടമുള്ള കോളേജ് ചൂസ് ചെയ്യുക. ഇഷ്ടമുള്ള കോളേജ് സെന്റ് ഗ്രിഗോറിയസ് കോളേജ് ചൂസ് ചെയ്യുക കേട്ടോ. കോളേജ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രീം സെലക്ട് ചെയ്യുക, നേരെ വരിക. അപ്പൊ ഈ 4 ഡിഗ്രി ടൈപ്പ് ഡിഗ്രിയെ കുറിച്ചൊക്കെ ടീച്ചേഴ്സ് പറഞ്ഞു തരും, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇപ്പം 3 ഇയറിന്റെ കാര്യം, പല ടൈപ്പ് ഡിഗ്രിയും എല്ലാം നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ 4 ഇയർ ഡിഗ്രിയുടെ കാര്യം പറയുകയാണേ. 4 ഇയർ ഓണേഴ്സ് ഡിഗ്രി കിട്ടണമെങ്കിൽ, ഈ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ചും ഉണ്ട്, റിസർച്ച് ഇല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പം അതിന് ആ വ്യത്യാസവും പറഞ്ഞു തരാം.
ഇനിയിപ്പോ ആ ഓണേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ മേജറിൽ എത്ര ക്രെഡിറ്റ് സ്കോർ ചെയ്യണം? 88 ക്രെഡിറ്റ്സ് സ്കോർ ചെയ്യണം. എത്ര പേപ്പേഴ്സ് ചെയ്യണം? മറ്റേത് 17 മതിയായിരുന്നു 3 വർഷത്തേക്ക്. ഇത് 22 കോഴ്സ് 4 ക്രെഡിറ്റ് വീതം. ഇതൊന്നും മാറ്റമില്ല കേട്ടോ. അപ്പൊ 22 കോഴ്സ് ആയിട്ട് കൂടുമ്പോഴത്തേക്ക് 88 ക്രെഡിറ്റ് ആയി കഴിഞ്ഞിരിക്കും. മൈനർ എത്രയാ? 9. നേരത്തെ 6 ആയിരുന്നു. അപ്പോൾ 9 കോഴ്സ് 9 × 4 36 ക്രെഡിറ്റ് കിട്ടും. 7ാമത്തെ സെമ്മിൽ നിങ്ങൾ 2 മൈനേഴ്സ്, നിങ്ങൾ അതുവരെ ചെയ്യാത്ത 2 മൈനേഴ്സ് ചൂസ് ചെയ്തിട്ട് അതുകൂടെ ചെയ്യേണ്ടി വരും. അപ്പൊ 2 കോഴ്സിൽ നിന്ന് 2 × 4 8 ക്രെഡിറ്റ് കിട്ടും. പിന്നെ നമ്മുടെ അറിയാലോ ജനറൽ ഫൗണ്ടേഷൻ കോഴ്സ് 39. പിന്നെ 8ാമത്തെ സെം നിങ്ങൾ ലാസ്റ്റ് സെമ്മിലാണ്. നിങ്ങൾ റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, റിസർച്ച് ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു പ്രോജക്റ്റ് ചെയ്യണം. അതിന് 12 ക്രെഡിറ്റ് ആണ്. എനിക്ക് റിസർച്ച് ഒന്നും ചെയ്യാൻ താല്പര്യമേ ഇല്ല എങ്കിൽ വേണ്ട, ചെയ്യണ്ട. പകരം നിങ്ങൾ എന്ത് ചെയ്യണം? 3 കോഴ്സ് കൂടെ ചെയ്താൽ മതി, 4 ക്രെഡിറ്റ് ഉള്ളത്. അതുപോലെ ഓൺലൈനോ എങ്ങനെ വേണമെങ്കിലും, അതൊക്കെ ഫ്രീ ആണ് കേട്ടോ, ഫ്ലെക്സിബിൾ ആണ്. നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ അതിന് വേറെ കോളേജിൽ പോകണമെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? 4 ക്രെഡിറ്റ് അവിടെ ഉണ്ടായിരിക്കണം. വെറുതെ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ. ഇനി ഞാൻ വേറെ 2 രഹസ്യം കൂടെ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഭയങ്കര മിടുക്കരാ, ഭയങ്കര ബുദ്ധിയാ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോ ഓണേഴ്സ് ഡിഗ്രി നിങ്ങൾക്ക് 4 വർഷമൊന്നും വേണ്ടെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് 3.5 വർഷം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ എന്താണ്? 177 ക്രെഡിറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം ഈ 3.5 വർഷം കൊണ്ട്. അതെങ്ങനെ പറ്റും? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 വർഷത്തിനുള്ളിൽ ഓൺലൈനായിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ വേറെ കോഴ്സുകൾ സൈഡിൽ കൂടെ നിങ്ങൾക്ക് പഠിച്ചെടുത്തിട്ട് ഈ ക്രെഡിറ്റ് മേക്കപ്പ് ചെയ്തെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് 3.5 വർഷം കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടും. 3.5 വർഷം എടുത്ത ആൾക്കും ഈ ക്രെഡിറ്റ് അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓണർ സർട്ടിഫിക്കറ്റ് കിട്ടും. അതേപോലെ തന്നെയാണ് 3 ഇയർ കോഴ്സിനും. നിങ്ങൾ ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരും രാക്ഷസികളും ഒക്കെ ആണെങ്കിൽ 2.5 വർഷം കൊണ്ട്, പുള്ളി കണ്ടീഷൻ 133 ക്രെഡിറ്റ് സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് 3 ഇയർ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഓക്കെ. ഇനി വേറൊരു കാര്യം പറഞ്ഞാലും നിങ്ങൾ സുവോളജി വിട്ടിട്ട് പോവരുത് കേട്ടോ. അതായത് നിങ്ങൾ അഡ്മിഷനൊക്കെ എടുത്തിട്ട് സുവോളജിയിൽ വന്നു, 1 വർഷം പഠിച്ചു, പോരാ, സുവോളജി എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെ തോന്നുവാണെങ്കിൽ നിങ്ങൾ മൈനറായിട്ട് എടുത്ത സബ്ജക്റ്റുകൾ ഉണ്ടല്ലോ ഫസ്റ്റ് ഇയറിൽ, അതിലേതെങ്കിലും ഒരെണ്ണത്തിലോട്ട് മേജറായിട്ട് നിങ്ങൾക്ക് മാറാം കേട്ടോ. അങ്ങനെ മാറരുതേ. അപ്പം അത് ഒരു വശം പറ്റുള്ളൂ കേട്ടോ, ഒരു വശം പറ്റുള്ളൂ. അപ്പം അതും അതിൻ്റെ ഒരു സ്കോപ്പാണ്, ഫ്ലെക്സിബിലിറ്റി ആണ്. ഓക്കെ. അപ്പോ ഫൈനലായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ടീച്ചേഴ്സ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്, നിങ്ങൾ കൊട്ടാരക്കര +2 കഴിഞ്ഞിട്ട് കൊട്ടാരക്കര കോളേജിൽ തന്നെ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത് സുവോളജിയിലേക്ക് വരും. വന്നു കഴിയുമ്പോൾ നിങ്ങളിതാ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുണ്ട്. നിങ്ങളുടെ ആസ്പിറേഷൻസ് എന്താണ്, ലക്ഷ്യം, അതനുസരിച്ചിട്ട് നിങ്ങളെ ചൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കൊരു സിംഗിൾ മേജർ എടുത്ത് പോണോ, ഡിഗ്രി അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് മതിയോ, അങ്ങനത്തെ കോഴ്സ് ചെയ്താൽ മതിയോ, നിങ്ങളുടെ ഇഷ്ടം. സിംഗിൾ മേജർ വിത്ത് സിംഗിൾ മൈനർ മതിയോ, സിംഗിൾ മേജർ വിത്ത് മൾട്ടിപ്പിൾ മൈനർ വേണോ, അതോ ഇനി വേണ്ട ഡബിൾ മേജർ ആണോ, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടവും താല്പര്യവും അനുസരിച്ച്, നിങ്ങളുടെ കരിയർ ലക്ഷ്യം, സ്വപ്നങ്ങൾ എന്താണോ അതനുസരിച്ചിട്ട് ചൂസ് ചെയ്യാനുള്ള മാക്സിമം ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് റൂമിൽ 4 ചുവരിനുള്ളിൽ ഒതുങ്ങുന്നതായിരിക്കത്തില്ല ഇത്തരത്തിലുള്ള ഒരു ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരുപാട് ഫീൽഡ് വർക്ക് കൊണ്ട് നമുക്ക് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് പഠിക്കാം. എന്താ മോനെ, വരുമല്ലേ കൊട്ടാരക്കര കോളേജിലേക്ക്, നമ്മുടെ സുവോളജിയിലേക്ക്? All teachers of the department is waiting for you. Thank you. We are expecting you all to there. I'm an icon, man. I'm a girl about a 10. I should fuck her in a Benz.